എല്ലാവർക്കും നമസ്കാരം. @പാട്ടുമൂത്തും 5811 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ആരോഗ്യത്തിന് വേണ്ടിയുള്ള 10 കൽപ്പനകൾ എന്നതിൽ 2 നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തേത് മാനസികമായ സന്തോഷം എന്നാണ് വിഷയം. അപ്പോൾ ഈ മാനസികമായ സന്തോഷം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് സന്തോഷം എപ്പോഴും വേണമെന്നാണ് എല്ലാവരും ആഗ്രഹം. അപ്പോൾ അത് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളത് പറയുമ്പം ടെൻഷൻ ഇല്ലാത്ത ആളുകൾ ഇല്ല. പല ക്ലാസ്സുകളും നമ്മൾ ചോദിക്കുന്നുണ്ട് ടെൻഷൻ ഇല്ലാത്ത ആളുകളൊന്ന് കൈവന്തിക്കാൻ, പക്ഷെ ആർക്കും ഇല്ലല്ലോ. ടെൻഷൻ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി നമ്മൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുക. കാരണം നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു അത്താണിയിൽ ഭാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. അല്ലെങ്കിൽ എല്ലാം നമ്മുടെ തലയിലാണ്, എല്ലാം നമ്മളാണ് എന്നുള്ള ആ ഒരു ധാരണ വെച്ച് പുലർത്തുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. പരമാവധി നമ്മൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. മാനസികമായിട്ട് ടെൻഷൻ കുറയ്ക്കുക. പിന്നെ ഹോബീസിൽ ഏർപ്പെടുക. അതിനുള്ള വേറൊരു മാർഗ്ഗമാണ്, സന്തോഷിക്കാൻ വേണ്ടി വേറെ ഉള്ളൊരു മാർഗ്ഗമാണ് ഹോബീസ്. ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഹോബീസ് ഉണ്ടാവും. ചില ആളുകൾക്ക് സംഗീതമായിരിക്കാം, ചില ആളുകൾക്ക് പിന്നെ കളികളായിരിക്കാം, പുസ്തക വായനയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹോബീസ് നമ്മൾ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിലേക്ക് ദിവസത്തിൽ കുറച്ച് സമയം അതിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ വേറൊരു മൂന്നാമതൊരു പോയിൻ്റ്, നമ്മെ സ്നേഹിക്കുന്നവരോട് ഒപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രധാനമായിട്ടും സുഹൃത്തുക്കളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്നത്തെ സുഹൃത്തുക്കൾ എത്ര ആത്മാർത്ഥമുള്ളതാണോന്ന് അറിയില്ല. അപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം നമ്മൾ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാനും, നമ്മൾ ദുഃഖിക്കുമ്പോൾ കൂടെ ദുഃഖിക്കാനും, നമ്മളുടെ വികാരങ്ങളിൽ പങ്കാളികളാകാനും, നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റിയ ആളുകളാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ സുഹൃത്തുക്കളോട് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ ഒരുപാട് കുറയും. അതുപോലെ മാനസികമായ സന്തോഷം കിട്ടും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയുമ്പോൾ നമ്മളൊരു ഭാരം ഇറക്കി വെച്ച പോലൊരു ഫീൽ നമുക്കുണ്ടാവും. അപ്പോൾ അതാണ് നമ്മെ സ്നേഹിക്കുന്നവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ. നമ്മളെ സിബ്ലിങ്സ് ആയാൽ നമ്മളെ കുട്ടികൾ, സഹോദരങ്ങൾ, ഭാര്യ, എല്ലാ ഗണത്തിൽ വരും സുഹൃത്തുക്കൾ. അപ്പോൾ അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. അത് മാനസികമായ സന്തോഷത്തിന് വഴിവെക്കും. അടുത്ത പോയിൻ്റ് മെഡിറ്റേഷൻ, പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ. അപ്പോൾ നമ്മുടെ മനസ്സിന് വേണ്ടി നേരത്തെ എപ്പിസോഡിലും സൂചിപ്പിച്ചൊരു കാര്യമാണത്. മുമ്പ് ഞാൻ ചെയ്ത ഭസ്ത്രിക പ്രാണായാമങ്ങളെക്കുറിച്ച് യോഗ ടിപ്സിൽ ചെയ്തിട്ടുണ്ട്. ഭസ്ത്രിക പ്രാണായാമം ഞാൻ ലിങ്ക് ഇതിൽ കൂടെ കൊടുക്കുക. ഭസ്ത്രിക പ്രാണായാമം, അതുപോലെ അനുലോമ വിലോമ അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം, ബ്രാഹ്മരി പ്രാണായാമം, ഇത്തരത്തിലുള്ള 3 പ്രാണായാമങ്ങളെക്കുറിച്ച് ആ എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊന്ന് കയറി കാണാൻ പറ്റും. യോഗ ടിപ്സ് എന്ന ഒരു പ്ലേലിസ്റ്റിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് പോലെ നമ്മളെ മനസ്സിനും ഒരു ഭക്ഷണം ആവശ്യമാണ്. മനസ്സിൻ്റെ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിറ്റേഷൻ. അപ്പോൾ അത് വളരെ ഗഹനമായ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം എന്നൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് സമയം നട്ടിൽ ഇരുന്നാൽ മതി. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിചാരങ്ങളും ചിന്തകളും നന്മകളും നമ്മളെ മനസ്സിലേക്ക് കയറുകയും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അനാവശ്യമായ ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ദുഷ്ചിന്തകളൊക്കെ നമ്മുടെ അസുഖങ്ങൾ മറ്റൊക്കെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ടും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു കാമൻ ക്വയറ്റായ ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് നട്ടിൽ നിവർന്ന് ഇരിക്കുക. സുഖാസനത്തിലിരിക്കുക. നട്ടിൽ നിവർന്നിരിക്കണം. ചമ്രം പടിഞ്ഞിരിക്കാം, വജ്രാസനത്തിലിരിക്കാം, സുഖാസനം, ഏത് രീതിയിൽ വേണിയിരിക്കാം. അത് നിലത്തിരിക്കാൻ പ്രയാസമുള്ള ആളുകൾ വെറും നിലത്തിരിക്കരുത്, എന്തെങ്കിലും പായയോ ഷീറ്റോ വിരിച്ചിരിക്കണം. അതല്ലെങ്കിൽ കസാരയിൽ ഇരുന്നിട്ട് കാല് നേരെ വയ്ക്കുക, കൈമുട്ടുകൾ കാലിൽ മലർത്തി വയ്ക്കുക അല്ലെങ്കിൽ കമിഴ്ത്തി വയ്ക്കുക, ഈസി ആയിട്ട് വയ്ക്കുക. നട്ടിൽ നിവർന്നിരുന്നു കൊണ്ട് ഒരു 10 മിനിറ്റ്
നമ്മൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക, കണ്ണടച്ച് പിടിക്കുക. ഇതാണ് ഒരു സിമ്പിൾ മെത്തേഡ് ഓഫ് മെഡിറ്റേഷൻ. അപ്പോൾ അത് പല രീതിയിൽ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ സിമ്പിൾ ലെവലാണ് പറഞ്ഞത്, അങ്ങനെ ഇരുന്നാൽ തന്നെ മതി. അപ്പോൾ അതൊരു നല്ല നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അടുത്തത് എക്സസൈസ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ, ഇപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ നടത്തമുണ്ടല്ലോ. അപ്പോൾ ഈ നടക്കുമ്പോൾ നമ്മൾ പല സംഗതികൾ കാണുന്നു, അപ്പോൾ അതൊക്കെ മനസ്സിന് ഉല്ലാസം കിട്ടുന്നതാണ്. അപ്പോൾ എക്സസൈസുകൾ യോഗ ചെയ്യാൻ പറ്റും, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വാമിങ് എക്സർസൈസുകൾ ചെയ്യുക, അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ ടെൻഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ അത് മാനസികമായ സന്തോഷം തരാനും വളരെ നല്ലതാണ്. പിന്നെയുള്ളത് പുസ്തകങ്ങൾ വായിക്കുക, റീഡിങ് ബുക്സ്. ഇപ്പോൾ നമ്മൾ അന്യം നിന്ന് പോയ ഒരു പരിപാടിയാണ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. എല്ലാവരും ടി വിക്ക് മുന്നിലും ഒക്കെയാണല്ലോ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ദിവസം ഒരു അരമണിക്കൂർ സമയമെങ്കിലും പുസ്തക വായനയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കുക. നല്ല ഒരു കാര്യമാണ്. വേണമെങ്കിൽ നോട്ട്സൊക്കെ കുറിച്ച് വയ്ക്കുക. ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചോ, പുസ്തകത്തിൽ നിന്നും കിട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ജസ്റ്റ് ഒരു നോട്ട് കുറിച്ച് വയ്ക്കുക. അതിനൊരു ഡയറി കരുതിയത് നല്ലതാണ്. നമുക്ക് ഇടയ്ക്ക് നിന്ന് റെഫർ ചെയ്യാനും ഏതൊക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു ആ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു അവലോകനം എഴുതി വെച്ചാൽ നല്ല ഒരു ഭാവിയിൽ റെഫർ ചെയ്യാൻ വേണ്ടി വളരെയധികം ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പുസ്തകം എപ്പോഴും നല്ലത് മാത്രം, അതായത് ഈ വൺ വേ ആണല്ലോ. നമ്മൾ പുസ്തകത്തെ വായിക്കാറുമ്പോൾ ഇങ്ങോട്ട് മാത്രം അതിൻ്റെ എഴുതിയത് നമ്മൾ വായിക്കുമ്പോൾ മറ്റുള്ളതിലേക്ക് നമ്മൾ പോകില്ല. ശരിക്കും നല്ല ഉറക്കത്തിൽ നല്ല സീരിയൽ നമ്മൾ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് പിൻവാങ്ങണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം. അത് ശരീരത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ഉറക്കം വരാനും ഈ മെലാറ്റോണിൻ്റെ ഒക്കെ പ്രവർത്തനം കൂടാനും ഉറക്കം നന്നായി വരാനും ഏറ്റവും നല്ലൊരു പരിപാടിയാണ് പുസ്തകം വായിക്കുക എന്നുള്ളത്. പിന്നെ വേറെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നേച്ചറിനെ, നമ്മളെ പ്രകൃതിയെ നിരീക്ഷിക്കുക. അപ്പോൾ രാവിലെയൊക്കെ ഏർലി മോർണിംഗിലൊക്കെ വെറുതെ പുറത്തു വന്നിരുന്നിട്ട് ഈ കിളികളുടെ ശബ്ദവും കോലാഹലവും അവർ പറന്നു പോകുന്നതും പൂവിൽ വന്ന് തേൻ കുടിക്കുന്നതും പിന്നെ നടക്കുമ്പോഴൊക്കെ മഞ്ഞ് മൂടിയ ഈ മലനിരകൾ കാണാൻ പറ്റും. ചെടികളിലൊക്കെ മഞ്ഞ് തുള്ളികൾ വന്ന് നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിലൂടെയൊക്കെ പോകുമ്പം ഞാറ്റിലും അതുപോലെ ഈ പിന്നെ കൃഷിയിലൊക്കെ നല്ല ശരിക്കും മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ കാണുമ്പം വളരെ നല്ല രസമുള്ള കാഴ്ചയാണത്. നമ്മുടെ ശരീരത്തിൽ മനസ്സിന് വളരെയധികം പ്ലസൻ്റായിട്ടുള്ളൊരു മൂഡ് പ്രദാനം ചെയ്യാൻ ഈ കാഴ്ചയ്ക്ക് കഴിയും. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്നു, നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ തിരിച്ച് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ എറുമ്പുകളൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്നത് കാണാം. ഒരു കാക്ക കൂട് കൂട്ടാൻ വേണ്ടി എന്തെല്ലാം പ്രയത്നങ്ങൾ ചെയ്യുന്നു. തൂക്കണാങ്കുരുവിയുടെ കൂട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രകൃതിയിലുള്ളത്. രാവിലെയൊക്കെ ആകുമ്പോൾ ശരിക്കും സൂര്യരശ്മികൾ ആദ്യം പുറപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആകാശത്തുണ്ടാകുന്ന ആ വർണ്ണ വൈവിധ്യങ്ങൾ കാണാൻ വളരെ രസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി കിട്ടും, മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മനസ്സിൻ്റെ സന്തോഷം അത് ആരോഗ്യം സംരക്ഷണത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇനി നമുക്ക് 4ാമത്തെ പോയിൻറ്റുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.